നമസ്കാരം. എല്ലാവരോടും തുല്യബന്ധം തുടരുന്ന, എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഗോകുലം ഗോപാലൻ. അത് രാഷ്ട്രീയക്കാരാണെങ്കിലും സിനിമക്കാരാണെങ്കിലും മാധ്യമപ്രവർത്തകരാണെങ്കിലും വടകരക്കാരൻ്റെ ഒരു സ്വാഭാവികമായ സംഭാഷണത്തിലൂടെ, നാടൻ ഭാഷാ പ്രയോഗത്തിലൂടെ ആരെയും വെറുപ്പിക്കാതെ, ആരോടും ജാട കാട്ടാതെ, വലിയ തത്വശാസ്ത്രമൊന്നും കാട്ടാതെ നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചു പോകുന്ന ആളാണ്. ആർക്ക് ആവശ്യമുണ്ടെങ്കിലും ഗോകുലം ഗോപാലന് സഹായിക്കും എന്നാണ് റിപ്പോർട്ട്. എന്നാൽ മറ്റു പലരെയും പോലെ ഗോകുലം ഗോപാലൻ ചാരിറ്റി ഒന്നും ചെയ്ത് പേരെടുക്കാൻ ശ്രമിക്കാറുമില്ല. ഈ ഗോകുലം ഗോപാലന് സിനിമാ രംഗത്ത് വലിയ ബന്ധങ്ങളാണുള്ളത്. മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും മുതൽ സിനിമയിലെ സകലരുമായി ഗോകുലം ഗോപാലന് വലിയ ബന്ധമുണ്ട്. എമ്പുരാൻ എന്ന സിനിമയുടെ നിർമ്മാണത്തിലേക്ക് ഗോകുലം ഗോപാലൻ ചാടി ഇറങ്ങുന്നത് പോലും അവസാന നിമിഷം എമ്പുരാനെ സംരക്ഷിക്കാനാണ്. മലയാള സിനിമയുടെ ചരിത്രം മാറ്റി എഴുതാൻ പോകുന്നൊരു സിനിമയാണ് എമ്പുരാൻ എന്നും അതിൻ്റെ ബജറ്റ് കൂടിപ്പോയി എന്നതിൻ്റെ പുറത്ത് അതിന് നിർമ്മാതാവ് ഒഴിഞ്ഞു പോയപ്പോൾ അങ്ങനെ ഇല്ലാതാവേണ്ട സിനിമയല്ല അതെന്നും, അതുകൊണ്ട് അതിൽ നിക്ഷേപം നടത്തണമെന്നും മോഹൻലാൽ ആവശ്യപ്പെട്ടപ്പോൾ രണ്ടും കൽപ്പിച്ച് ചാടിയിറങ്ങിയ ആളാണ്. 100 കോടിയോളം രൂപ നിക്ഷേപിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പൊതുവെ ആരെയും അങ്ങനെ കിട്ടാറില്ല. എന്നാൽ മോഹൻലാൽ ആവശ്യപ്പെട്ടപ്പോൾ എമ്പുരാൻ എന്ന സിനിമയെ സംരക്ഷിക്കേണ്ടതുകൊണ്ട് ഗോകുലം ഗോപാലൻ ആ സിനിമയ്ക്ക് മുതൽ മുടക്കുകയായിരുന്നു. ഇപ്പോൾ അതിന് നിർമ്മാതാക്കൾ, അതിന് അണിയറക്കാർ പറയുന്നത് നിർമ്മാതാവിന് 100 കോടി രൂപ വിഹിതം കിട്ടിയെന്നാണ്. 200 കോടി കടന്നു എന്ന് പറഞ്ഞ് പിന്നീട് അതിൻ്റെ വിശദാംശങ്ങളൊന്നും പുറത്തു വരുന്നില്ല. ഇപ്പോൾ എമ്പുരാൻ പഴയതുപോലെ ഹൈപ്പല്ലെങ്കിലും എമ്പുരാൻ തരക്കേടില്ലാതെ കളക്ട് ചെയ്തു, മലയാള സിനിമയുടെ ചരിത്രം മാറ്റി എഴുതുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ഗോകുലം ഗോപാലൻ അനുഭവിക്കേണ്ടിയിരുന്നൊരു യാതന ഇപ്പോൾ എമ്പുരാന്റെ പുറത്ത് രക്ഷപ്പെട്ടിരിക്കുന്നു. കാരണം ഇപ്പോൾ നടക്കുന്ന റെയ്ഡിന്റെ പഴി മുഴുവൻ എമ്പുരാന് കിട്ടും. അതുകൊണ്ട് ഗോകുലം ഗോപാലന് ഇതുവഴി ഹീറോയാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോഴത്തെ റെയ്ഡ് ഏറ്റവും വലിയ പണിയായിരിക്കുന്നത് ഗോകുലം ഗോപാലനോ എമ്പുരാൻ ടീമിനോ ഒന്നുമല്ല, നേരെ മറിച്ച് കേന്ദ്രമന്ത്രി സാക്ഷാൽ സുരേഷ് ഗോപിക്കാണ്. നമുക്കറിയാം സുരേഷ് ഗോപിക്ക് സിനിമാ മേഖലയോടുള്ള ബന്ധം. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയെ ജോൺ ബ്രിട്ടാസ് വല്ലാതെ പ്രകോപിപ്പിച്ചു രാജ്യസഭയിൽ വെച്ച്. പ്രകോപിതനായ സുരേഷ് ഗോപി ചാടി എണീറ്റ് കൈവിരൽ ചൂണ്ടി ജോൺ ബ്രിട്ടാസിന് നേരെ ആഞ്ഞടിച്ചു, കൈരളിക്ക് നേരെ ആഞ്ഞടിച്ചു, പിണറായിക്കെതിരെ ആഞ്ഞടിച്ചു. അങ്ങനെ ആ വികാരം തുളുമ്പി വന്നപ്പോൾ കൈരളിയുടെ ചെയർമാനെ കുറിച്ചും പറഞ്ഞു. പെട്ടെന്ന് സുരേഷ് ഗോപിക്ക് ഓർമ്മ വന്നു, അയ്യോ മമ്മൂട്ടിയാണല്ലോ ചെയർമാൻ എന്ന്. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല, അദ്ദേഹം ഒരു ഹംബിൾ നോബിൾ സോൾ ആണെന്ന് പറഞ്ഞു. Two films. Does Mr. Brittas or his Kairali channel or his chairman in the Kairali channel, who is a leading actor in the Malayalam film industry, I do not wish to take his name because he is a noble soul. Do they have the guts? Does the Chief Minister of Kerala have the guts to have? അതാണ് സുരേഷ് ഗോപിക്ക് ഈ സിനിമാ മേഖലയുമായുള്ള ബന്ധം. സ്ഥാനപരമായി 3ാമത്തെ സൂപ്പർ സ്റ്റാറാണ് സുരേഷ് ഗോപി. ഇപ്പോൾ കാര്യമായി സിനിമ ചെയ്യുന്നില്ലെങ്കിലും കേന്ദ്രമന്ത്രിയും രാഷ്ട്രീയം ഒക്കെ ആണെങ്കിലും മലയാളികളുടെ 3ാമത്തെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിക്ക് ശേഷം മാത്രമേ ഫഹദും പൃഥ്വിയും ഒക്കെ എത്താറുള്ളൂ. ആ സുരേഷ് ഗോപി ഈ ഗോകുലത്തിന്റെ റെയ്ഡിൽ പണി കിട്ടിയിരിക്കുകയാണ്. കാരണം സുരേഷ് ഗോപി നേരത്തെ തന്നെ തുടങ്ങി വെച്ചൊരു സിനിമയാണ് ഒറ്റക്കൊമ്പൻ. കടുവാക്കുന്നേൽ കുറുവച്ചന്റെ ജീവിതകഥ. കടുവ എന്ന പേരിൽ പൃഥ്വിരാജ് നേരത്തെ ഇറക്കി, വിവാദമായിരുന്നു, കേസായിരുന്നു. യഥാർത്ഥത്തിൽ ഈ സിനിമയ്ക്കുള്ള അനുമതി കുറുവച്ചൻ ആദ്യം തന്നെ കൊടുത്തിരുന്നത് സുരേഷ് ഗോപിക്കാണ്. കുറുവച്ചന്റെ കഥാപാത്രം, അതായത് പാലായിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന, വളരെ കൃത്യമായ വിശ്വാസമുള്ള, എന്നാൽ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന കുറുവച്ചന്റെ ജീവിതകഥ ഒറ്റക്കൊമ്പനിലൂടെ സുരേഷ് ഗോപിയാണ് അവതരിപ്പിക്കേണ്ടിയിരുന്നത്. നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ട സിനിമയാണ്. എന്നാൽ പിന്നീട് പല കാരണങ്ങളും അത് മുടങ്ങിപ്പോയി. അതിനുശേഷമാണ് പൃഥ്വിരാജിന് കടുവ ഇറങ്ങുന്നത്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് വേണ്ടിയാണ് സുരേഷ് ഗോപി താടി വളർത്തിയത്. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതൊക്കെ താടി വളർത്തിക്കൊണ്ടായിരുന്നു. എന്നാൽ പിന്നീട് സിനിമ നീണ്ടുപോയി, സുരേഷ് ഗോപിക്ക് താടി എടുക്കേണ്ടി വന്നു. എന്നിട്ട് നമ്മൾ കണ്ടു, സുരേഷ് ഗോപി അമിത്ഷായെ കണ്ട് അനുമതി ചോദിച്ചു. അമിത്ഷാ ആ ലിസ്റ്റെല്ലാം എടുത്ത് വലിച്ചു കീറി കളഞ്ഞു വാർത്തയൊക്കെ പുറത്തു വന്നു. പക്ഷേ ഒരു സിനിമ അഭിനയിക്കാൻ, ഒറ്റക്കൊമ്പൻ അഭിനയിക്കാൻ അനുമതി കൊടുത്തിരുന്നു. നേരത്തെ അഡ്വാൻസ് വാങ്ങിയതാണ്, നേരത്തെ തുടങ്ങി വെച്ചതാണ്, മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ അനുവദിച്ചു. അമിത്ഷാ അനുമതി കൊടുത്തത് കണ്ടീഷനോടെയാണ്. അതായത് ലോക്സഭ നടക്കുമ്പോഴോ രാജ്യസഭ നടക്കുമ്പോഴോ അഭിനയിക്കാൻ പാടില്ല. ആ സമയത്ത് നിർബന്ധമായി ഉണ്ടാവണം. മന്ത്രി എന്ന നിലയിലുള്ള ഒരു പണിയും തടസ്സം വരരുത്, അതൊക്കെ നടക്കണം. അതേസമയം അതിനിടയിൽ കുറേശ്ശെ ഷൂട്ട് ചെയ്യാം. ഇതനുസരിച്ച് ഒറ്റക്കൊമ്പൻ്റെ ഷൂട്ടിങ് ഈ ആഴ്ച പാലായിൽ ആരംഭിക്കേണ്ടതാണ്. കാരണം ലോക്സഭയും രാജ്യസഭയും പിരിഞ്ഞു. അതിനുശേഷം സുരേഷ് ഗോപി നാട്ടിലെത്തി. ഇപ്പോൾ നാട്ടിലെത്തിയിരിക്കുന്നത് പോലും ഈ സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടിയാണ്. ഒറ്റക്കൊമ്പന് വേണ്ടി ചില റെക്കോർഡിങ്സ് ഒക്കെ കഴിഞ്ഞെങ്കിലും ഔദ്യോഗികമായ തുടക്കം പാലായിലെ കുരിശുപള്ളിയിലാണ്. പാലാ കുരിശുപള്ളിയിൽ അരമനയുടെ അനുമതി വാങ്ങി, കുരിശുപള്ളിയിൽ അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി സുരേഷ് ഗോപി പാലായിലേക്ക് വരാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. ഈ ഒറ്റക്കൊമ്പന്റെ ക്രൂ മുഴുവൻ തന്നെ
പാലായിൽ തമ്പടിച്ചിരിക്കുന്നു. എല്ലാ അനുമതികളും പൂർത്തിയാക്കിയിരിക്കുന്നു. എല്ലാ ഷൂട്ടിംഗ് സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞപ്പോഴാണ് ഗോകുലം ഗോപാലന്റെ വീട്ടിലും ഓഫീസിലും റെയ്ഡ് നടക്കുന്നത്. ഗോകുലം ഗോപാലനാണ് ഈ സിനിമയുടെ നിർമ്മാതാവ്. ഇപ്പോൾ റെയ്ഡ് നടക്കുമ്പോൾ ഗോകുലം ഗോപാലൻ പണം മുടക്കുന്ന ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൽ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ അഭിനയിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന ആരോപണമുണ്ടാവും. വാസ്തവത്തിൽ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നുള്ള ആരോപണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് തൽക്കാലം നിർത്തിവെക്കാനും ഒരുപക്ഷെ സിനിമ തന്നെ ഇല്ലാതാകാനുമുള്ള സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. സുരേഷ് ഗോപി വളരെ പാടുപെട്ട് കഷ്ടപ്പെട്ടാണ് ഒറ്റക്കൊമ്പന്റെ ഷൂട്ടിങ്ങിനുള്ള സംവിധാനം ഒരുക്കിയത്. കഷ്ടപ്പെട്ടാണ് അനുമതി കൊടുത്തത്. മറ്റ് സിനിമകൾക്കൊന്നും അനുമതി കിട്ടിയിട്ടില്ല. പല സിനിമ പ്രോജക്റ്റുകളും മുമ്പോട്ട് വെച്ചെങ്കിലും പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിയായി കഴിഞ്ഞപ്പോൾ പലരും സുരേഷ് ഗോപിയെ നായകനാക്കിക്കൊണ്ട് സിനിമയുമായി മുമ്പോട്ട് വന്നു. അതൊക്കെ സുരേഷ് ഗോപിയെ സ്വാധീനിക്കുന്നതിൻ്റെ ഭാഗമാണ്. മോദി സർക്കാരിനെ, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സ്വാധീനിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന ആരോപണം ഇതിനോടകം തന്നെ അന്തരീക്ഷത്തിലുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഗോകുലം ഗോപാലന്റെ വീട്ടിലും ഓഫീസിലും റെയ്ഡ് നടത്തുമ്പോൾ ഇൻകം ടാക്സിന്റെയും ED-യുടെയും ഒക്കെ നോട്ടപ്പുള്ളിയായ ഗോകുലം ഗോപാലൻ മാറുമ്പോൾ എമ്പുരാൻ എന്ന സിനിമയുടെ നിർമ്മാതാവ് എന്ന നിലയിൽ സംഘപരിവാർ അണികളുടെ ശത്രുതയ്ക്ക് ഗോകുലം ഗോപാലൻ പോലും പാത്രമാകുമ്പോൾ ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപി ആ സിനിമയിൽ അഭിനയിക്കുന്നതും അതിന്റെ ഭാഗമായി മുമ്പോട്ട് പോകുന്നതും അത് അന്വേഷണത്തെ അട്ടിമറിക്കാനും സ്വാധീനിക്കാനുമാണ് എന്ന ആരോപണമുണ്ടാവും എന്ന ഒരു ആശങ്ക രൂപപ്പെട്ടതോടെ സുരേഷ് ഗോപിക്ക് ചില കേന്ദ്രങ്ങൾ നിർദ്ദേശം നൽകുകയായിരുന്നു ഷൂട്ടിങ്ങിന് പോവണ്ട എന്ന്. സുരേഷ് ഗോപി ഷൂട്ടിംഗ് വേണ്ടെന്ന് വയ്ക്കാൻ പോകുന്നു എന്നാണ് ഈ ഷൂട്ടിംഗ് സംഘവുമായി ബന്ധപ്പെട്ട് മറുനാടൻ ലഭിച്ച വിവരം. ഇതോടുകൂടി ക്രൂ മടങ്ങിയിരിക്കുന്നു. സുരേഷ് ഗോപി വരത്തില്ല. സുരേഷ് ഗോപിക്ക് സിനിമയുമായി സഹകരിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ഷൂട്ടിംഗ് മുടങ്ങിയിരിക്കുന്നു. ഷൂട്ടിംഗ് മുടങ്ങുന്നതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ഒറ്റക്കൊമ്പനിൽ സുരേഷ് ഗോപിക്ക് അഭിനയിക്കാനുള്ള ആഗ്രഹവും നടന്നെന്ന് വരില്ല. സുരേഷ് ഗോപിയെ നായകനാക്കിയായിരുന്നു സിനിമ പദ്ധതിയിട്ടത്. അങ്ങനെ തന്നെയായിരുന്നു കാര്യങ്ങൾ നീങ്ങിയത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതത്ര എളുപ്പമാകില്ലെന്നും ഈ സിനിമ തന്നെ റദ്ദാക്കപ്പെടുമെന്നുമുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സിനിമാ മേഖലയിൽ വലിയ തിരിച്ചടിയായി ഇത് മാറും. ഗോകുലം ഗോപാലനായിരുന്നു സൂപ്പർ സ്റ്റാറുകളുടെയൊക്കെ ഒരു മിനിമം ഗ്യാരണ്ടി. ഏത് സൂപ്പർ സ്റ്റാർ സിനിമ എടുത്താലും ആ സിനിമയെ സംരക്ഷിക്കാൻ ഗോകുലം ഗോപാലൻ ഉണ്ടാവും എന്ന ഒരു വിശ്വാസമുണ്ടായിരുന്നു. ലാഭമോ നഷ്ടമോ ഒന്നും ഗോകുലം ഗോപാലൻ വിഷയമേ അല്ല. ഗോകുലം ഗോപാലിന് കോടിക്കണക്കിന് രൂപയുള്ളത് കൊണ്ട് തന്നെ സിനിമയിൽ പണം ഇറക്കി നഷ്ടം വരുന്നത് ഗൗനിച്ചിരുന്നില്ല. കൃഷ്ണമൂർത്തി എന്ന പേരിൽ ഒരാളെ തന്നെ സിനിമയ്ക്ക് വേണ്ടി ചുമതല ഏൽപ്പിച്ച് ഗോകുലം ഗോപാൽ നിയോഗിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ED അന്വേഷണം നടക്കുമ്പോൾ ഗോകുലം ഗോപാലിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് പണി കിട്ടും എന്ന തോന്നൽ പലർക്കും ഉണ്ടായി. ഇപ്പോൾ ഗോകുലം ഗോപാലിന്റെ ഓഫീസ് റെയ്ഡ് നടത്തിയപ്പോൾ എമ്പുരാന്റെ അണിയറക്കാർ, പൃഥ്വിരാജ് ആണെങ്കിലും ബാക്കി എല്ലാവരും പതിയെ സ്കിപ്പ് ചെയ്തിരിക്കുന്നു. അവരൊക്കെ സ്കിപ്പ് ചെയ്ത് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഗോകുലം ഗോപാലൻ ഇത് ഒറ്റയ്ക്ക് നേരിടേണ്ട സാഹചര്യമുണ്ട്. എന്തായാലും സുരേഷ് ഗോപിയുടെ മോഹം നടക്കില്ല. ഈ ഒറ്റക്കൊമ്പൻ ഒരുപക്ഷെ മാറ്റിവെച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ.